കേൾക്കുമ്പോൾ തന്നെ അറിയാം മാർക്കറ്റിന്റെ സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്യുന്ന സിസ്റ്റമാണ് നടക്കുന്നത്. മാർക്കറ്റിന്റെ സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്യുന്ന സിസ്റ്റം. അപ്പം നിങ്ങൾക്കറിയാം, ഞാൻ ഇന്നലെ പറഞ്ഞു മാർക്കറ്റിൽ നമുക്ക് ഷെയർ ആക്കിയിട്ടുണ്ടോ? ഷെയർ ആയിട്ടുണ്ടല്ലോ, കാണാൻ പറ്റുന്നില്ല നിങ്ങൾക്ക്? ഒന്നുകൂടെ റീഷെയർ ചെയ്യോ? എനിക്ക് ഇതില് കാണുന്നില്ല, എനിക്ക് റെക്കോർഡ് ചെയ്യുമ്പോഴേ. മനസ്സിലായി. ഇപ്പൊ ഓക്കെയാണോ? എനിക്ക് ഇവിടെ ഇതില് വരുന്നില്ല. നിങ്ങളുടെ ഇത് മാത്രമേ കാണുള്ളൂ. ഇപ്പൊ ഒന്ന് പോയി. ഓക്കെ. വന്നു. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ മാർക്കറ്റ് സ്ട്രക്ചർ. അപ്പം അതിന്റെ ആ ഒരു പേര് തന്നെയാണ് മാർക്കറ്റിന്റെ സ്ട്രക്ചർ. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞു നമുക്ക് 3 ടൈപ്പ് ട്രെൻഡ് ആണെന്ന്. അപ് ട്രെൻഡ്, അതുപോലെ ഡൗൺ ട്രെൻഡ്, അതുപോലെ സൈഡ് വേസ് ട്രെൻഡ്. ഓക്കെ, ഈ അപ് ട്രെൻഡിൽ ഞാൻ എക്സാമ്പിൾ പറഞ്ഞിരുന്നു. മാർക്കറ്റ് ഓരോ അപ്പിനെ നമ്മൾ മാർക്കറ്റ് ക്ലിയർ ചെയ്ത് പോകുന്നതിനാണ് അപ് ട്രെൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ ഫോർ എക്സെട്ര ഒരു പ്രൈസിങ് ഇങ്ങനെ പോവുകയാണ്. ഓക്കെ, ഒരു പർട്ടിക്കുലർ പ്രൈസ് നിന്നു. ഇപ്പൊ ഒരു പ്രൈസ് എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഒരു $10 സ്റ്റാർട്ട് ചെയ്തു മാർക്കറ്റ്. $10 to ഒരു 20 ആയി. 20 പിന്നെ ഒരു 9 വരെ വന്നു. പിന്നെ 20 ഒരു 25 വരെ വന്നു. പിന്നെ ഒരു 11 വരെ വന്നു. പിന്നെ ഒരു 30 വരെ വന്നു. അങ്ങനെ മാർക്കറ്റിന്റെ പ്രൈസ് അപ്മൂവ് ആയിക്കൊണ്ടേയിരിക്കും, അല്ലെ? അപ്പൊ ഇവിടെ എങ്ങനെയാണ് നമ്മൾ അപ്പ് ട്രെൻഡ് എന്ന് കാണിക്കുന്നത്, അല്ലെങ്കിൽ ട്രെൻഡ് എങ്ങനെയാണ് അപ്പ് എന്ന് കാണിക്കുന്നത്? ഓക്കെ, ട്രെൻഡ് എങ്ങനെയാണ് അപ്പ് എന്ന് കാണിക്കുന്നതിന്റെ അർത്ഥം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഓരോ ഹൈസിനെയും മാർക്കറ്റ് അവിടെ ക്ലിയർ ഔട്ട് ചെയ്ത് പോകുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഞാനിപ്പോ ഈ ഒരു അപ് ട്രെൻഡ് സിറ്റുവേഷൻ വരയ്ക്കുകയാണ്. അതായത് ഇവിടെ നിന്നും ഒരു ഹൈ ഉണ്ടായി. അതിനുശേഷം മാർക്കറ്റ് ചെറിയൊരു റിട്രേസ്മെന്റ് വരും. റിട്രേസ്മെന്റ് എന്ന് പറയുന്നത് മാർക്കറ്റ്, ഞാൻ പറഞ്ഞു, ഇതൊരു ബൈയോഡേഴ്സ് ആണ്, അല്ലെ? ഈ ഒരു പോയിന്റിൽ നിന്നും ഈ ഒരു പോയിന്റിൽ വരുന്ന എന്താ ബൈയോഡേഴ്സ്. ആ ബൈയോഡേഴ്സ് എന്ന് പറയുമ്പോൾ പലരും പല റേറ്റില്, പല ഇൻസ്റ്റിറ്റ്യൂഷൻ പല റേറ്റിൽ എടുക്കും. ആ റേറ്റിനെ അവർ സെല്ല് ചെയ്ത് ഒരു റിട്രേസ്മെന്റ് ഉണ്ട്. അതിനുശേഷം പിന്നെയും ഒരു അപ് ട്രെൻഡിലോട്ടായിരിക്കും പോകുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ എന്താണ് നടക്കുന്നത്? ഇവിടെ ഓരോരോ ഹൈയെയും മാർക്കറ്റ് ഓരോ ഹൈ ആണ്, അല്ലെ? ആ ഹൈയെ മാർക്കറ്റിനെ ബ്രേക്ക് ചെയ്ത് പോകുന്ന സിനേരിയോസ് ആണ്. ഓക്കെ, അടുത്ത ഇങ്ങനെ വരുന്നു, മാർക്കറ്റ് റിട്രേസ് ചെയ്യുന്നു, പിന്നെയും മുന്നോട്ട് പോകുന്നു, പിന്നെയും വരുന്നു, പിന്നെയും മുന്നോട്ട് പോകുന്നു. അതായത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇതൊരു ഹൈ ആണ്, അല്ലെ? ഇതൊരു ഹൈ ആണ്. ഓക്കെ, ഇതൊരു ലോ ആണ്. ഓക്കെ, ഇതൊരു ലോ, ഇതൊരു ഹൈ, ഇതൊരു ലോ. ഓക്കെ, ഇതൊരു ലോ, അതുപോലെ ഇതൊരു ഹൈ, ഇതൊരു ലോ, ഇതൊരു ഹൈ, ഇതൊരു ലോ, ഇത് ഹൈ, അല്ലെ? അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? മാർക്കറ്റ് ഓരോരോ ഹൈയെയും ബ്രേക്ക് ചെയ്ത് പോകുന്ന സിറ്റുവേഷൻ അവിടെ കാണുന്നത്. ഈ ഹൈയെ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തു. അതിനുശേഷം അടുത്ത് ഈ ഹൈയെ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തു. അതടുത്ത് ഈ ഹൈയെ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തു. അപ്പൊ ഞാൻ ഈ ഹൈയെ ബ്രേക്ക് ചെയ്ത് പോകുന്നത്, ബ്രേക്ക് എന്ന് പറയുമ്പോൾ വിത്ത് ബോഡിയോടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം, അല്ലെ? ഇതാണ് ഈ സിനേരിയാണ് ഇവിടെ നടന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സിനേരിയോ, നമുക്ക് ഈ ഒരു ബ്രേക്കിംഗ് മൂവ്മെന്റ് നമുക്ക് അപ് ട്രെൻഡ് എന്ന് പറയാം. ഓക്കെ, ഓരോരോ ഹൈയെ ബ്രേക്ക് ചെയ്ത് പോകുമ്പോഴും നമുക്ക് അപ് ട്രെൻഡ് എന്ന് പറയാം. ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് ഇതിനൊരു പേര് കൊടുക്കാം. ഇതിനെ നമുക്ക് ഹയർ ഹൈ ഹയർ ലോ, അല്ലെങ്കിൽ ലോവർ ഹൈ ലോവർ ലോ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ സാറിന് കൊടുക്കുന്നത്. നമുക്ക് തൽക്കാലം ബേസിക് ആയിട്ട് ഇതൊരു ലോ, ഇതൊരു ഹൈ, ഇതൊരു ഹയർ ലോ, ഇതൊരു ഹയർ ലോ, ഇതൊരു ഹയർ ഹൈ, അത് കഴിഞ്ഞ് ഇതൊരു ഹയർ ലോ, ഇതൊരു ഹയർ ഹൈ, ഇതൊരു ഹയർ ലോ. അങ്ങനെ മാർക്കറ്റിന്റെ മൂവ്മെന്റ് അപ്പിലോട്ട് പോകുന്നു. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഇല്ലെങ്കിൽ ഡൗട്ട് ഉണ്ട് ഈ അപ് ട്രെൻഡിന്റെ കോൺസെപ്റ്റില്? അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് സ്ട്രക്ചർ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ഓരോ സ്ട്രക്ചറിനും, മാർക്കറ്റ് ഇപ്പൊ കാണുന്ന ഓരോ സ്ട്രക്ചറിനെയും മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ഇതൊരു സ്ട്രക്ചറാണ്. ആ സ്ട്രക്ചറിനെ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തു, അടുത്തൊരു സ്ട്രക്ചർ അതിനിവിടെ ബ്രേക്ക് ചെയ്തു, അടുത്തൊരു സ്ട്രക്ചർ അതിനെ ബ്രേക്ക് ചെയ്തു. അങ്ങനെ ഓരോ സ്ട്രക്ചറിനെ ബ്രേക്ക് ചെയ്ത് പോകുന്നതിനാണ് നമുക്ക് ഈ മാർക്കറ്റ് സ്ട്രക്ചർ എന്ന ലെവൽ, അതായത് അപ് ട്രെൻഡിന്റെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു നമുക്ക് മനസ്സിലാക്കാം. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? അത് അപ്പോ ഈ ഓരോരോ ക്യാൻഡിൽസിന്റെ വിക്ക് വരുന്ന ഭാഗമാണോ എൻഡ് ചെയ്യേണ്ടി, അല്ലെ ബോഡി അവസാനിക്കുന്ന ഭാഗത്താണോ നമ്മൾ നോട്ട് ചെയ്യേണ്ടിയ ഹയർ ഹൈയും ഹയർ ലോക്കും?
അത് ഞാനിപ്പോ അതിപ്പം തൽക്കാലം ഈ സ്ട്രക്ചർ ചാർട്ട് കാണിച്ചു തരാം. ഓക്കെ, ചാർട്ട് കാണിച്ചു. നമുക്കിപ്പോ യൂറോ യു എസ് ആണ് ഇരിക്കുന്നത്. നമുക്കിപ്പം ഒരു സെക്കൻഡ്, യൂറോ യു എസ് ചാർട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ? ഇപ്പൊ ഇതൊരു അപ് ട്രെൻഡ് ആണ്, നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാം. അപ് ട്രെൻഡ് ആണ് അല്ലെ? ഇതൊരു അപ് ട്രെൻഡ് സിനറിയാണ് ഇവിടെ നടക്കുന്നത്. ഒരു സെക്കൻഡ് ഗൈസ്. ഓക്കെ, ഇതിപ്പോ അപ് ട്രെൻഡ് ആണ്. അതായത് മാർക്കറ്റ് ഒരു പർട്ടിക്കുലർ പ്രൈസിൽ വന്നു, അങ്ങനെ മുകളിലോട്ട് പോയി താഴെ വന്നു, മുകളിലോട്ട് പോയി താഴെ വന്നു, അങ്ങനെയാണ് സിനറി. അപ്പൊ ഞാൻ ഈ ഒരു പോയിന്റ് തൊട്ട് നോക്കുകയാണ്. ഓക്കെ, ഈ ഒരു പോയിന്റ് തൊട്ട് നോക്കുമ്പോൾ സൂം ചെയ്യാണ്. ഓക്കെ, ഇതൊരു ലോ ആണ് അല്ലെ? ഇതൊരു ലോ ആണ്. ഇത് നിയറസ്റ്റ് ഹൈ ആണ്. ഓക്കെ, കാരണം അവിടെ നിന്ന് പിന്നെ ഫോൾ വന്നൊരു ഏരിയ ഇതാണ്. അപ്പൊ ഇതാണ് ലാസ്റ്റ് ഹൈ. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു വിക്ക് നമുക്ക് പറയാം. ഈ ഒരു വിക്ക് ഈ ഒരു വിക്ക് നമുക്ക് ഹൈ പറയാം. ഓക്കെ, ഇനി നമ്മള് ഈ ഒരു എപ്പോഴാണോ വിത്ത് ക്യാൻഡിൽ ക്ലോസ് ആക്കുന്നത്, അപ്പം നമുക്ക് അവിടെ സ്ട്രക്ചർ ക്ലിയർ ആയി. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇവിടെ വിത്ത് ക്യാൻഡിൽ ബോഡി ഈ ഒരു ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. വിത്ത് ക്യാൻഡിൽ ബോഡി ഇവിടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇതിനൊരു പേര് കൊടുക്കാം. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് കൊടുക്കാം. ഓക്കെ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് കൊടുക്കാം. ക്ലിയർ ആണെന്നാ പറയുന്നത്? അതിനാണ്. അപ്പം ഇവിടെ നടക്കുക. അപ്പൊ ഇതിന് ശേഷം ഇതിന്റെ അടുത്ത ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്ന ഈ ഒരു ലെഗിന്റെ ഹൈ ലോ ഏതാണ്? അതായത് ഈ ഒരു ലെഗിന്റെ ഹൈ എന്ന് പറയുമ്പോൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന്റെ ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ലോ ഇതാണ്. അത് കഴിഞ്ഞ് ഏറ്റവും ടോപ്പ് പോകാൻ പോകുന്ന ഹൈ ഇതാണ്. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഇത് ഏത് ടൈമിലും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഏറ്റവും വലിയ ഹൈ ഇതാണ്. അപ്പം അടുത്ത മാർക്കറ്റ് എന്ത് സംഭവിക്കുന്നു? അടുത്ത മാർക്കറ്റ് ഈ ഒരു ഹൈയെ മാർക്കറ്റ് നമ്മളിങ്ങനെ ലൈനിൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഹൈയെ അങ്ങനെ വന്ന് മാർക്കറ്റ് റിട്രേസ് ഫസ്റ്റ് ചെയ്തു. മാർക്കറ്റ് ഈ ഹൈ വന്നു, അവിടെ റിട്രേസ്മെന്റ് വന്നു. അതുകൊണ്ടാണ് എനിക്ക് ഹൈ കിട്ടിയത്. അവിടെ നിന്ന് റിട്രേസ്മെന്റ് വന്നു. അതിനുശേഷം മാർക്കറ്റ് വന്നു, നേരെ വന്നു ഇവിടെ എന്ത് സംഭവിക്കുന്നു? മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ക്ലിയർ ആണെന്ന് പറയുന്നത്? ഇങ്ങനെ ഒരു സിനാരിയോ ഒന്നും വിചാരിക്കുക. അതായത് ഇവിടെ ബോഡി ബ്രേക്ക് ആയിട്ടില്ല. ഇപ്പൊ കറണ്ട് സിറ്റുവേഷൻ ഇപ്പൊ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ബോഡി ബ്രേക്ക് ആയിട്ടില്ല അല്ലെ? ഇവിടെ ജസ്റ്റ് ഒരു വിക്കാണ്. അപ്പൊ നമുക്ക് ഇതിന് കറക്റ്റ് ആയിട്ട് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയാൻ പറ്റില്ല. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, അതിനുശേഷമാണ് ഇവിടെ എന്താ നടക്കുന്നത്? അതിനുശേഷം മാർക്കറ്റ് ഈ ഒരു പോയിന്റ് എത്തിയപ്പോഴാണ് ഇവിടെ എന്താ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഏരിയ, അല്ലെങ്കിൽ ആ ട്രെൻഡ് കണ്ടിന്യൂസ് ആയി, അപ് ട്രെൻഡ് കണ്ടിന്യൂസ് ആയെന്ന് നമുക്ക് പോയിന്റ് ചെയ്യാൻ പറ്റുന്നത്. ഇതിന്റെ ഹൈ ലോ അതാണ്, അതേപോലെ ഇതിന്റെ ഹൈ ഇതാണ്. ഓക്കെ, അടുത്തൊരു സിനേറിയോ കാണിച്ചു തരാം. അതിനുശേഷം നമ്മൾ മാർക്കറ്റ് ഞാൻ അടുത്ത ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇതായിരിക്കും എന്റെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. കാരണം ഇതാണ് ലോ, ഇതിന്റെ ഹൈ. ഇവിടെ നോക്കിയേ എന്താ സംഭവിക്കണം നോക്കിയേ. ഇപ്പൊ കറന്റ് മാർക്കറ്റ് റിട്രേസ്മെന്റ് വന്നു, ഈ ഹൈയെ ഇവിടെ ബ്രേക്ക് ആക്കിയിട്ടില്ല അല്ലെ? ഹൈയെ, അതായത് ഈ ഒരു ഹൈയെ മാർക്കറ്റ് വിത്ത് ബോഡി ബ്രേക്ക് ആയിട്ടില്ല. അപ്പൊ ഫ്യൂച്ചറിൽ ഇങ്ങോട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഫ്യൂച്ചറിൽ ഇങ്ങോട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇത് ട്രെൻഡ് കണ്ടിന്യൂസ് ആണ്, അല്ലെങ്കിൽ സ്ട്രക്ചർ ബ്രേക്ക് ആയെന്ന് മനസ്സിലായി. അങ്ങനെയാണ് നമ്മളിവിടെ മാർക്കറ്റിൽ ഇവിടെ ക്യാൻഡിൽ ബ്രേക്ക് ആവണം. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഡൗട്ട് ഉണ്ടോ? നമ്മുടെ അപ് ട്രെൻഡിന്റെ കാര്യത്തിൽ പറയാം. ഈ അപ് ട്രെൻഡിന്റെ കാര്യത്തിൽ നമുക്ക് ഇത് പറയാം. ഈ സെയിം സിനേരിയോ നമുക്ക് ഡൗൺ ട്രെൻഡിൽ നോക്കാം. ഓക്കെ, ഡൗൺ ട്രെൻഡില് നമ്മളിപ്പോ അപ് ട്രെൻഡ് എങ്ങനെയാണ് ബ്രേക്ക് ചെയ്തത്? ഓരോ ഹൈസിൽ ഓരോ ഹൈയെ ബ്രേക്ക് ചെയ്ത് പോയപ്പോഴാണ് നമ്മൾ അതിനെ അപ് ട്രെൻഡ് എന്ന് വിശേഷിപ്പിച്ചത് അല്ലെ? ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്നത് സിമ്പിൾ റൂൾ ആണ്. ബുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ എഴുതിക്കോ. ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്നത് ഓരോ ലോയും ബ്രേക്ക് ചെയ്ത് പോകുമ്പോഴാണ് ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഓരോ ലോയും ബ്രേക്ക്. ഇപ്പൊ എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ ഇതൊരു ലോ ആണ്, ഇതൊരു ഹൈ ആണ്, ഇതൊരു ലോ ആണ്, ഇതൊരു ഹൈ ആണ്, ഇതൊരു ലോ, ഇതൊരു ഹൈ, ഇതൊരു ലോ, ഇതൊരു ഹൈ, ഇതൊരു ഹൈ അല്ലേ? ഓക്കെ, 1 സെക്കൻഡ്. ഇവിടെ ഇപ്പൊ ഇന്നും കറണ്ട് ഇല്ല, അതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. ഇത് റെക്കോർഡിംഗ് ക്ലാസ് റെക്കോർഡിംഗ് കിട്ടുമോ സാറേ? റെക്കോർഡിംഗ് യൂട്യൂബിൽ വരുമല്ലോ. അപ്പൊ അതാ ഈ ഒരു ലോയെ ഇവിടെ ബ്രേക്ക് ചെയ്തു, ഈ ഒരു ലോയെ ഇവിടെ ബ്രേക്ക് ചെയ്തു. അപ്പൊ മനസ്സിലാക്കുക അല്ലെ? ഇവിടെ ബ്രേക്ക് ചെയ്തു. അതേപോലെ ആലോചിക്കുക, ഡൗൺ ട്രെൻഡ് ആണ് ഞാൻ പറയുന്നത്. ഇവിടെ ബ്രേക്ക് ചെയ്തു,
അതുപോലെ നമുക്ക് ഇവിടെ ബ്രേക്ക് ചെയ്തു, അതുപോലെ നമുക്ക് ഇവിടെയും ബ്രേക്ക് ചെയ്തു അല്ലേ. അപ്പൊ ഇത് ഡൗൺ ട്രെൻഡ്, അതായത് ഓരോരോ ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. കണ്ടീഷൻ എങ്ങനെയാണ്? വിത്ത് ബോഡി, വിത്ത് കാൻഡിൽ ബോഡി. ഞാൻ ഈ ബ്രേക്ക് ഔട്ട്സ് ഈ ഒരു ഏരിയയിൽ തന്നെ കാണിച്ചു തരാം. ഓക്കെ, ടൈം ഫ്രെയിമിൽ നോക്കുക. മാർക്കറ്റ് ഇതൊരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ആണ് അല്ലേ. കാരണം എങ്ങനെയാണ് എന്തുകൊണ്ട് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ആയി? ഇത് ഇതിന്റെ ഹൈ, ഇത് ഇതിന്റെ ലോ, ഇത് ഇതിന്റെ ഹൈ, ഇത് ഇതിന്റെ ലോ ആയിരുന്നു. ഓക്കെ, അതിന് ഞാനിത് ചെറിയ ബിസിൽ എടുക്കുന്നതാണ്. ഇതൊരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ആണ്, ഇതൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആണ്. BOS എന്ന് പറയും. ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന്റെ സിമ്പിൾ നെയിമാണ്. അതിനുശേഷം ഈ ലോ വന്നു. ഈ ലോയെ അടുത്ത മാർക്കറ്റ് ബ്രേക്ക് ചെയ്തത്, അടുത്ത മാർക്കറ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇവിടെ നമ്മൾ അടുത്ത ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇവിടെ പ്ലോട്ട് ചെയ്യും. അടുത്ത് ഈ ലോയെ ബ്രേക്ക് ചെയ്തപ്പോഴാണ്. ഓക്കെ, എപ്പോഴും നമ്മൾ ഈ ഹൈ ലോ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത് മച്ച് ബെറ്റർ ആണ്. നിങ്ങൾക്ക് ഫസ്റ്റ് കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ആണ്. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ചെറിയൊരു റിട്രേസ്മെന്റ്, ഇത് എക്സാക്ട് റിട്രേസ്മെന്റ് എന്ന് പറയാൻ എനിക്ക് പറ്റില്ലെങ്കിലും ഒരു റിട്രേസ്മെന്റ് വന്നു. ഓക്കെ, ആ റിട്രേസ്മെന്റിൽ നിന്ന് മാർക്കറ്റ് പിന്നെയും ബ്രേക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ ഇവിടെ ഒരു ഹൈ വെച്ചു. ഓക്കെ, അതിനുശേഷം നിങ്ങൾ നോക്കുക. അതിനുശേഷം നമ്മളെ കണക്ക് പ്രകാരം നമ്മുടെ കണക്ക് പ്രകാരം നമ്മുടെ ഹൈ ലോ ഇതാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഇവിടെ ലോ ബ്രേക്ക് ആയില്ല അല്ലേ. ഇവിടെ ലോ ബ്രേക്ക് ആയില്ല. പക്ഷെ അതിനുപോലെ എന്ത് സംഭവിച്ചു? മാർക്കറ്റിന്റെ ട്രെൻഡ് ചേഞ്ച് ആയി അല്ലേ. ഇത്രയും നേരം ഡൗൺ ട്രെൻഡ് ആയിരുന്നു അല്ലേ മാർക്കറ്റ്. ഡൗൺ ട്രെൻഡ് ആണെങ്കിലും ഇത്രയും നേരം മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആയിരുന്നു. ഇവിടെ നിന്ന് മാർക്കറ്റ് എന്ത് സംഭവിച്ചു? ഇവിടെ നിന്ന് മാർക്കറ്റ് ആ ഒരു ലോയെ ബ്രേക്ക് ആവാതെ ട്രെൻഡ് അപ്പായി. അവിടെയാണ് നമ്മൾ അടുത്ത കോൺസെപ്റ്റ് പഠിക്കുന്നത്. അതായത് ഇപ്പം നമ്മളിപ്പോ ഡൗൺ ട്രെൻഡ് ആയിരുന്നു. അപ്പൊ ഞാൻ ഡൗൺ ട്രെൻഡ് ആദ്യം വരെ ചാപ്റ്ററിലോട്ട് പോകും. അപ്പം ഇതായിരുന്നു ഡൗൺ ട്രെൻഡ് സിനാരിയോ അല്ലേ. അതിനുശേഷം മാർക്കറ്റ് അപ് ട്രെൻഡിലോട്ട് പോയി. ഇതായിരുന്നു ഇപ്പൊ നമ്മൾ താഴെ കണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം ഇതൊരു ലോ, ഇതൊരു ഹൈ, ഇതൊരു ലോ, ഇതൊരു ഹൈ, ഇതൊരു ലോ, ഇതൊരു ഹൈ, ഇതൊരു ലോ, ഇതൊരു ഹൈ, ഇതൊരു ലോ അല്ലേ. അതിൽ ഡൗട്ട് ഇല്ല. ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നടന്നു, ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നടന്നു, ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നടന്നു. ലാസ്റ്റ് വന്ന ലോ ഇതാണ്. ചിലപ്പോ സിസ്റ്റം ഓഫ് ആവും. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. ഓക്കെ, ലാസ്റ്റ് വന്ന ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇവിടെയാണ്. ഓക്കെ, ലാസ്റ്റ് വന്ന ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇവിടെയാണ്. ഓക്കെ, പക്ഷെ എന്ത് സംഭവിച്ചു? മാർക്കറ്റ് ഇവിടെ നിന്ന് ബ്രേക്ക് ആയില്ല. അതായത് ഇവിടെ ട്രെൻഡ് കണ്ടിന്യൂസ് അല്ല, ട്രെൻഡ് ഇവിടെ റിവേഴ്സ് ആയി. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഡൗൺ ട്രെൻഡിൽ വന്ന മാർക്കറ്റ് അപ് ട്രെൻഡിലോട്ട് പോയി. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഡൗൺ ട്രെൻഡിൽ വന്ന മാർക്കറ്റ് അപ് ട്രെൻഡിലോട്ട് പോയി. ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്നത് എന്താണെന്ന്? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, അത് ഇനി ഡൗൺ ട്രെൻഡിൽ എന്തുകൊണ്ട് പോയി നമുക്ക് എങ്ങനെ മനസ്സിലാവുമെന്ന് പറയുമ്പോ മാർക്കറ്റ് അങ്ങനെ ഡൗൺ ട്രെൻഡിൽ അപ് ട്രെൻഡിൽ പോയതിന് ശേഷം അപ് ട്രെൻഡിൽ പോയി എന്ന് മനസ്സിലാക്കുന്ന പറയുമ്പോൾ ഇതുവരെ നമ്മൾ ലോയാണ് ബ്രേക്ക് ചെയ്തത്. എപ്പോഴാണോ ലാസ്റ്റ് വന്ന ഹൈ ഇതാണ്, ലോ ഇതാണ്. ലാസ്റ്റ് വരുന്ന ഹൈയെ സെയിം സിനേരിയാണ്. ലാസ്റ്റ് വരുന്ന ഹൈയെ വിത്ത് കാൻഡിൽ ബോഡിയോടെ ബ്രേക്ക് ചെയ്ത അവിടെ നമുക്ക് ഉണ്ടാവുന്നത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആണ്. ചേഞ്ച് ഓഫ് ക്യാരക്ടർ, CHO സിമ്പിൾ നെയിം കൊടുക്കാം. ചേഞ്ച് ഓഫ് ക്യാരക്ടർ. ഓക്കെ, ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് കൊടുക്കാം. ക്ലിയർ ആണെന്നോ പറയുന്നത് എന്താണെന്ന്? ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് കൊടുക്കാം. ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ വേറെ ഒന്നുമല്ല. ഞാൻ ഇപ്പൊ ഇവിടെ കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇവിടെ മാർക്കറ്റ് എടുത്തിട്ടില്ല. പക്ഷെ എന്ത് ചെയ്തു? ലാസ്റ്റ് വന്ന ഹൈ ഇതല്ലേ, ആ ഹൈയെ ഞാൻ ഇങ്ങനെ പ്ലോട്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ നമുക്ക് ആ ഹൈയെ മാർക്കറ്റ് വിത്ത് ബോഡിയോടെ ബ്രേക്ക് ചെയ്തപ്പം ഇവിടെ അതിന്റെ ക്യാരക്ടർ ചേഞ്ച് ആയി. ഓക്കെ, ഇവിടെ അതിന്റെ ക്യാരക്ടർ ചേഞ്ച് ആയി. അതായത് ഡൗൺ ട്രെൻഡ് ക്യാരക്ടർ ചേഞ്ച് ആയി അപ് ട്രെൻഡിലോട്ടായി. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? അടുത്ത് അങ്ങനെ സ്ക്രീൻ ഷെയർ പോയിട്ടോ. அடி அந்த பக்கம் வச்சா ഗോകുൽ ബ്രോ ലൈനിലുണ്ടോ? അവസ്ഥയാണ്. അല്ല കുഴപ്പമില്ല, നമുക്കിപ്പോ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും അതുപോലെ തന്നെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ, മാർക്കറ്റ് സ്ട്രക്ചറിന്റെ മെയിൻ മാർക്കറ്റ് പറഞ്ഞിട്ടുണ്ട്. സ്ട്രക്ചർ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതന്നെയാണല്ലോ ഏറ്റവും വലുത്. ഇല്ല, ഞാൻ ഒന്നുകൂടെ ഒന്ന് ഞാൻ ടാബിലൊന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. വെയിറ്റ് ചെയ്യേ, ഒന്ന് പഞ്ചേട്ടെ. എന്റെ സ്ക്രീൻ ഷെയർ ആയിട്ടുണ്ടോ? ഷെയർ ആയിട്ടുണ്ട്. ആരെങ്കിലും ഒന്ന് അപ്ഡേറ്റ് ചെയ്യണേ. ഉണ്ട്. ഓക്കെ, സോറി കേട്ടോ, ഞാൻ ഇന്നലെ ഇതേ ഇഷ്യൂ ആണ്. കാരണം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കറണ്ടിന്റെ പ്രശ്നമാണ്. 2 ദിവസമായിട്ട് ഇവിടെ കറണ്ട് ഇല്ല, മരം ഒടിഞ്ഞു വീഴുന്നു. അത് ഇതുവരെ ക്ലിയർ ആക്കിയിട്ടില്ല അവര്. അപ്പോ
നമ്മൾ എവിടെ ആയിരുന്നു പറഞ്ഞു നിർത്തിയത്? ചേഞ്ച് ഓഫ് ക്യാരക്ടർ അല്ലേ? നിങ്ങൾക്ക് എന്നെ നോക്കിയാൽ അറിയാം. ഇവിടെ എന്താണ് സംഭവിച്ചത് ക്ലിയർ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിൽ നിന്നും അപ് ട്രെൻഡിലോട്ട് പഞ്ച് ചെയ്തു, അത്രേ ഉള്ളൂ. അതിനുശേഷം സെയിം സിനേരിയോ, ഞാൻ നേരത്തെ പറഞ്ഞ സെയിം സിനേരിയോ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞ സെയിം സിനേരിയോ, അതായത് ഇത് ലോ ആണ്, അടുത്ത് ഇതൊരു ഹൈ ആണ്, അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്താണ്, ഇവിടെ നെക്സ്റ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഇവിടെയാണ്. ഓക്കെ, കാരണം ട്രെൻഡ് അപ് ട്രെൻഡിലോട്ടായി. അത് കഴിഞ്ഞ് ഇതിനെ നമുക്ക് ലോ എന്ന് പറയാം, അത് കഴിഞ്ഞിട്ട് ഇതിനെ നമുക്ക് അതിന്റെ ലോ, ഇതാണ് അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഹൈ അല്ലെ? അതിനുശേഷം നമുക്ക് നോക്കാം മാർക്കറ്റിന്റെ കറണ്ട് കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. നമുക്ക് നോക്കാം കറണ്ട് കണ്ടീഷൻ. അതായത് ഈ ഒരു ഇതായിരുന്നു ലേറ്റസ്റ്റ് ആയിട്ട് ഹൈ. ഓക്കെ, ഈ ലേറ്റസ്റ്റ് ഹൈ എന്ത് ചെയ്തു, നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ബ്രേക്ക് ചെയ്തു, പിന്നെയും ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയി. അതിനുശേഷം ഇതൊരു ലോ, ഇതൊരു ഹൈ. ഓക്കെ, ഇതൊരു ലോ, ഇതൊരു ഹൈ. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? അതിനുശേഷം അടുത്തെന്താണ്, അടുത്ത മാർക്കറ്റ് അങ്ങനെ വന്നിട്ട് നമുക്ക് ഫൈനൽ കണ്ടീഷൻ തന്നിട്ടുള്ളത് ഈ ലേറ്റസ്റ്റ് ഈ ഒരു ഹൈ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇതിന്റെ ഒരു ലോ എന്ന് പറയാം, ഈ ഒരു മേജർ ഹൈ നമുക്ക് ഹൈ എന്നും പറയാം. ഓക്കെ, അതിനുശേഷം ഇപ്പൊ കറണ്ട് സിനേരിയോ എന്താണ്, കറണ്ട് സിനേരിയോ ഹൈ വരെ വന്നിട്ടുണ്ട്. ഇതിനുശേഷം മാർക്കറ്റ് ഇവിടെയും ബ്രേക്ക് ചെയ്തിട്ടില്ല, അതായത് ഈ ഒരു ഹൈ എൻഡ് ഇവിടെയും ബ്രേക്ക് ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ ഈ ലോയെയും ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഹൈ ബ്രേക്ക് ചെയ്ത് പോയ ട്രെൻഡ് അപ് ട്രെൻഡിലാണെന്ന് പറയാം. പക്ഷേ ഇത് ഡൗണിലാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഡൗൺ, അതായത് മാർക്കറ്റ് ഒരു പക്ഷേ മാർക്കറ്റ് ഇവിടെ നിന്ന് ഒന്ന് ഫോളോ ചെയ്ത് ഇവിടെ വന്നു വിത്ത് ബോഡി വന്നു കഴിഞ്ഞാൽ ഈ ലൈനിനെ നമ്മൾ എന്തെന്ന് പറയും? ഈ ലൈനിന്, ഏത് ലൈന്? ലൈൻ ഒന്നുകൂടെ മാർക്ക് ചെയ്തേരാം. ഈ ലൈനിനെ നമ്മൾ എന്ത് പറയും? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആണ് അല്ലേ? കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഈ നടക്കുന്നത്, അത് അപ്പിലോട്ടും പോകുന്നില്ല, അപ്പിലോട്ടൊന്നും ബ്രേക്ക് ആവുന്നില്ല, ഡൗണിലോട്ടും ബ്രേക്ക് ആവുന്നില്ല. ഓക്കെ, ഇപ്പൊ കറണ്ട് സിനേരിയോ റേഞ്ചിങ് സിനേരിയോ എന്ന് പറയാം. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നേ? ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ വേണമെങ്കിൽ ഒരിക്കൽ കൂടി ഇത് ലൈന് വരച്ച് നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് തരാം. അതായത് ഇത് എത്ര ടൈം ഫ്രെയിമിലാണ് നോക്കുന്നത് നമ്മൾ? ഇത് ഏത് ടൈം ഫ്രെയിമിലും വർക്കാവും. ഇത് ഏത് ടൈം ഫ്രെയിം, ഇപ്പൊ എക്സാമ്പിൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇൻട്രാഡേ ട്രേഡർ ആണെങ്കിൽ നിങ്ങളൊരു ഹയർ ടൈം ഫ്രെയിം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ ഒരു 4 hour വയ്ക്കാം, അല്ലെങ്കിൽ 1 hour വയ്ക്കാം. 1 hour വെച്ചാൽ അറിയാലോ 5 മിനിറ്റിലാണ് നിങ്ങൾ നോക്കേണ്ടത്. 4 hour വെച്ചാൽ നിങ്ങൾ 15 മിനിറ്റിലാണ് എൻട്രീസ് നോക്കേണ്ടത്. ക്ലിയർ ആണെന്നുണ്ടോ പറയുന്നത്? ഡിപ്പെൻസ് അപ്പോൺ ദ കണ്ടീഷൻസ് നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന മാർക്കറ്റിൽ ഞാൻ ഈ മാർക്കറ്റ് സ്ട്രക്ചർ നിങ്ങൾക്ക് ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഓക്കെ, ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന മാർക്കറ്റിൽ ഞാൻ ഇപ്പൊ ഇത് 1 hour ആണ്. യൂറോ USD കാണാൻ പറ്റുന്നുണ്ടല്ലോ, യൂറോ USD 1 hour ആണ്. ഇപ്പൊ ഇവിടെ എന്താണ് നടക്കുന്നത്? ഇവിടെ ഇപ്പൊ ഞാൻ റഫ് വരയ്ക്കാണ്. ഇപ്പൊ ഇതൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിരുന്നു അല്ലെ? ഇതൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആണ്. ഇതൊരു ഹൈ, ഇതൊരു ലോ, ഇവിടെ അടുത്ത ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയി. അതിനുശേഷം ഇതാണ് ഒരു എന്ത് പറ്റി, ഇതൊരു ഹൈ, ഇതൊരു ലോ അല്ലെ? അതിനുശേഷം ഇവിടെ മാർക്കറ്റ് ബ്രേക്ക് ആയില്ല. പക്ഷെ നിങ്ങൾ നോക്കുക, ഇവിടെ ബ്രേക്ക് ആയി. ഇവിടെ എന്താണ്? ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയി, ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയി. ഓക്കെ, കാരണം വിത്ത് ബോഡിയോടെ ബ്രേക്ക് ആയിട്ടുണ്ട്. ഞാൻ ഇത് അതേപോലെ ഒരു 5 മിനിറ്റ് 1 hour ആകുമ്പോൾ 5 മിനിറ്റിൽ നോക്കാം. 5 മിനിറ്റിൽ നോക്കുമ്പോൾ എന്താണ്, ഓൾറെഡി മാർക്കറ്റ് നല്ല അപ്മൂവ് ആയിരുന്നു തന്നത് അല്ലെ? അങ്ങനെ നോക്കുമ്പം നമ്മൾ വന്നിട്ട് കറന്റ്ലി ഇതൊരു ലോ ആണ്, ഇതൊരു ലോ, ഇതൊരു ഹൈ ആണ്. മാർക്കറ്റ് ഇവിടെ വന്ന് 1 മിനിറ്റിന്റെ കാര്യമാണ്, ജസ്റ്റ് നമുക്ക് ഇവിടെ തൊട്ടേ നോക്കാം, എന്നാലും ഇതൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആണ്. ഓക്കെ, ഇനി മാർക്കറ്റ് വന്ന് ഇവിടെ റിട്രേസ് ചെയ്യാം, ആസ് പെർ ദ റൂൾ റിട്രേസ് ചെയ്ത് ഈ ഒരു ഹൈയിലേക്ക് മാർക്കറ്റ്, ഈ ഹൈ ലോ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് ലിക്വിഡിറ്റിയാണ്. ഈ ലിക്വിഡിറ്റി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, തൽക്കാലം ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കി. അതായത് മാർക്കറ്റ് ഇവിടെ വന്ന് ഇവിടുത്തെ റിവേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് മാർക്കറ്റ് പോകേണ്ട ഒരു ഏരിയ ഇതായിരിക്കും, അതിന് ഈ ഒരു ഏരിയ ആയിരിക്കും, അതിനെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ലിക്വിഡിറ്റി എന്നുള്ള കോൺസെപ്റ്റ് മൂവ് ആകുമ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ട്രെൻഡ് അപ് ട്രെൻഡ് ആണ്, ഓവറോൾ ട്രെൻഡ് അപ് ട്രെൻഡ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഇതുവരെയുള്ള സീരീസിൽ ഓവറോൾ ട്രെൻഡ് അപ് ട്രെൻഡ് ആണ്. ഇപ്പൊ കറണ്ട് ആയിട്ട് നമുക്ക് മാർക്കറ്റിൽ ഒരു കണ്ടീഷൻ കിട്ടുന്നില്ല, അപ് ട്രെൻഡ് ആണോ ഡൗൺ ട്രെൻഡ് ആണോ എന്ന് അറിയുന്ന കണ്ടീഷൻ കിട്ടുന്നില്ല. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? അപ്പൊ ഇത് ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇത് ഇത്രേ ഉള്ളൂ. ഹലോ, കേൾക്കുന്നുണ്ടോ? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇത്രയേ ഉള്ളൂ. മാർക്കറ്റ് സ്ട്രക്ചറിനെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം, എന്നാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിനേരിയോ ആണ്. നമുക്ക് മാർക്കറ്റിന്റെ സ്ട്രക്ചർ ബേസ് ചെയ്തിട്ട് കറണ്ട് ട്രെൻഡ് എന്താണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഏത് ടൈം ഫ്രെയിമിലും നമുക്ക് നോക്കാം. 1 മിനിറ്റിൽ നോക്കാം, 5 മിനിറ്റിൽ നോക്കാം, 15 മിനിറ്റ് നോക്കാം. പക്ഷെ നമ്മൾ ഹയർ ടൈം ഫ്രെയിം കൂടെ കോറിലേറ്റ് ചെയ്ത് നമുക്ക് നോക്കുന്നതാണ് മച്ച് ബെറ്റർ. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, ഇന്ന് സീരിയസ് ആയിട്ട് പറയാലോ, ഇന്നലെയും ഇത് സെയിം ഇഷ്യൂ തന്നെയാണ് വന്നത്, കറണ്ടും കാര്യങ്ങളുമായിട്ട്. ഇന്നും അതേപോലെയാണ്. എനിക്കിപ്പോ ഇതിലിപ്പോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടാണ്.
കാരണം വൈഫൈ അടക്കം എല്ലാം അതിലാണ് റൺ ആവുന്നത്. ഞാനിപ്പോ മൊബൈൽ ഹോട്ട്സ്പോട്ടിലാണ് ഇപ്പോൾ തൽക്കാലം വർക്ക് ആവുന്നത്. ഓഫീസിൽ പോയോണ്ടിരിക്കുന്ന മൊബൈലിൽ ചാർജ്. സോ ഇതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. ഇങ്ങനത്തെ കുറച്ച് ഗ്ലിച്ചസ് വരുന്നുണ്ട്, അത് നിങ്ങൾ ക്ഷമിക്കുക. ഫുൾ ഫ്ലഡ്ജിൽ തന്നെ കാര്യങ്ങളൊന്നും റെഡി ആക്കിയാൽ ഫുൾ ഫ്ലഡ്ജിൽ തന്നെ നിങ്ങൾ ചെയ്തു തരാം. ഇങ്ങനത്തെ ഒരു ഇന്ററാക്ഷൻ ഇങ്ങനത്തെ ഒരു ഇറിറ്റേഷൻ നിങ്ങൾക്ക് വരില്ല. ഓക്കെ ഓക്കെ അല്ലേ? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെ ആണ്. ഓക്കെ, പിന്നെ ഇപ്പൊ ഞാൻ പഠിപ്പിച്ച മാർക്കർ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ നിങ്ങൾ വരച്ചിട്ടുണ്ട് അല്ലെ? കണ്ടിട്ടുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങൾ നിങ്ങളെ ചാർട്ടിൽ, ഞാൻ ഇന്ന ടൈം ഫ്രെയിം എന്ന് പറയുന്നില്ല, ഏതാണോ നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ടൈം ഫ്രെയിം അതിൽ നിങ്ങൾ വരച്ചു നോക്കുക. ഫസ്റ്റ് എന്ത് ചെയ്യുക, ഹൈ ലോയും മാർക്ക് ചെയ്യുക. സെക്കൻഡ്, ആ ഹൈ ആണോ ലോയാണോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നത്, അങ്ങനെ നിങ്ങൾ മാർക്ക് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഇതെന്തുകൊണ്ട് ഹൈ ബ്രേക്ക് ആയി, ഇതെന്തുകൊണ്ട് ലോ ബ്രേക്ക് ആയി, എന്തുകൊണ്ടാണ് ഹൈയിലേക്ക് മാർക്കറ്റ് പോകുന്നത്, എന്തുകൊണ്ടാണ് ലോയിലേക്ക് മാർക്കറ്റ് പോകുന്നത്, അതിന്റെ റീസൺസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതിന്റെ റീസൺസും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. ഇത് തൽക്കാലം ഈ ഒരു ട്രെൻഡ് ഐഡന്റിഫിക്കേഷൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ, അത് നിങ്ങളൊന്ന് നോക്ക്. ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഹലോ, ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഞാൻ ഇവിടെ എന്ത് നിങ്ങൾ ചാർട്ട് കണ്ടാലും ദയവ് ചെയ്ത് അത് കണ്ടിട്ട് അങ്ങനെ കളയരുത്. അതിനുവേണ്ടി നിങ്ങളിവിടെ എന്ത് ചെയ്യുക, ചാർട്ടിൽ പോയി ടൈം എടുത്ത് വർക്ക് ചെയ്യുക. ഓക്കെ, മാക്സിമം അന്നെന്ന് പറയുന്ന കാര്യങ്ങൾ അന്ന് ചെയ്യണം. ഇന്നിപ്പോ 9 മണിക്ക് നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം ഒരു അരമണിക്കൂർ മതി. ഒരുപാടൊന്നും ഇരിക്കാൻ പാടില്ല. അരമണിക്കൂർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെയർ, ഇപ്പൊ ഗോൾഡ് ആയിക്കോട്ടെ, USD ആയിക്കോട്ടെ, നാസ്ഡാക്ക് ആയിക്കോട്ടെ, US30 ആയിക്കോട്ടെ, ഏതിലാണോ നിങ്ങൾ പോകുന്നത്, ഇവൻ ആഫ്റ്റർ ഇന്ത്യൻ മാർക്കറ്റ് ആയിക്കോട്ടെ, ഏതിലാണോ പോകുന്നത് അതിൽ നിങ്ങൾ പോവുക, മാർക്കറ്റിൽ വരയ്ക്കുക, കഴിയുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആ വരച്ചെന്നൊരു ഓർമ്മ വരും. പിന്നെ നിങ്ങൾക്ക് റിവൈൻഡ് ചെയ്യുമ്പോൾ തെറ്റായിരിക്കും ചിലപ്പോൾ വരയ്ക്കുന്നത്, എങ്കിലും പിന്നെ റിവൈൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ആ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് പോയിട്ട് ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ വരച്ചു എന്ന റീസൺസ് നിങ്ങൾക്ക് അവിടെ പ്ലോട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഫസ്റ്റ് നിങ്ങൾ വരയ്ക്കുക, പിന്നെ നമുക്ക് ഫസ്റ്റ് നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് തെറ്റുണ്ടാവും, കുഴപ്പമില്ല. അതിനുശേഷം യൂട്യൂബ് ചാനലിൽ പോയി നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുമ്പോൾ കാര്യം കുറച്ചുകൂടി ഒന്ന് ഡീപ്പായിട്ട് മനസ്സിലാവും. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? സുഹൈലേ? ക്ലിയർ ആണ്. ഓക്കെ, ഞാൻ ഇതൊന്ന് വൈൻഡപ്പ് ചെയ്യട്ടെ, കാരണം എനിക്ക് ഇവിടെ ഇപ്പോഴും ഇതിന്റെ ചാർജുകൾ കുഴപ്പമില്ല. ഇനിയിപ്പോ ആർക്ക് എന്തെങ്കിലും ഡൗട്ട്, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇത് മാത്രം മതി. കാരണം ചേഞ്ച് ഓഫ് ക്യാരക്ടറും അതുപോലെ തന്നെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും ഇതന്നെ കുറച്ച് ഡീപ്പായിട്ട് പഠിക്കേണ്ട, അതായത് പഠിക്കുക എന്നുള്ള ഇപ്പൊ കാര്യം പഠിപ്പിച്ചു കൊടുത്തു. ഇനി ഇതുവരെ എന്താക്കണം, ഒന്ന് അവര് ചാർട്ടിൽ എന്താക്കണം കാര്യങ്ങൾ പക്കാ ലെവൽ നോക്കണം. അപ്പൊ അതിന് കുറച്ച് നമുക്ക് ടൈം കൊടുക്കാം. അതെ, വരയ്ക്കുക. നാളെ മാക്സിമം ക്ലാസ് ഉണ്ടാവും. അഥവാ എന്തെങ്കിലും ഗ്ലിച്ചോ അതേപോലത്തെ ഇന്നും കറണ്ട് വന്നിട്ടില്ല എന്നൊരു പ്രശ്നമാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കാം. ഓക്കെ, നേരത്തെ തന്നെ അപ്ഡേറ്റ് ചെയ്തേക്കാം. ഓക്കെ, അതൊരു 7 മണിക്കകത്ത് അപ്ഡേറ്റ് ചെയ്തിരിക്കും. മാക്സിമം 7 മണിക്കകത്ത് തന്നെ അപ്ഡേറ്റ് ചെയ്തിരിക്കും. ഓക്കെ, നമുക്ക് ഇങ്ങനത്തെ ഒരു ഇറിറ്റേഷൻ ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കും നല്ല ബെറ്റർ ആയിട്ട് തോന്നും. ഓക്കെ, നമുക്ക് ഈ ഒരു ആഴ്ച കൊണ്ട് തന്നെ മാർക്കറ്റിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. അടുത്ത ആഴ്ച മുതൽ നിങ്ങൾ ഓൺ ആയിട്ട് ട്രേഡ് എടുക്കുക, സെറ്റപ്പ് ആയിട്ട്. അതായത് അപ്പോഴും ഞാൻ കറക്റ്റ് ചുമ്മാ അങ്ങനെ ഉള്ള കാശ് മൊത്തം ട്രേഡ് ചെയ്യണമെന്നല്ല, കറക്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് പറഞ്ഞു തരും, അതനുസരിച്ചുള്ള ട്രേഡ്. കാരണം എന്തുകൊണ്ട് ഞാൻ ട്രേഡ് എടുക്കാൻ പറയണമെന്ന്, അപ്പോഴേ ഓൺ ആയിട്ട് സ്വന്തം കാശ് നിങ്ങൾ ഇട്ടൊന്ന് ഡെവലപ്പായി അതിൽ നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോഴേ നിങ്ങളെ ഇമോഷൻസ് കറക്റ്റ് ആയിട്ട് പക്കയായിട്ട് നിങ്ങൾക്ക് വരും. അപ്പോഴേ ആ ഒരു വേദന മനസ്സിലാവും. റെഡിലോട്ട് മാറി ചാർട്ട് പോകുമ്പോഴും അല്ലെങ്കിൽ നിങ്ങളെ PNL പോകുമ്പോഴും അല്ലെങ്കിൽ ഗ്രീനിലോട്ട് പോകുമ്പോഴും നിങ്ങൾക്ക് ആ ഇമോഷൻസ് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതേ ബേസിക് ആയിട്ട് കാര്യങ്ങളുള്ളൂ, വളരെ സിമ്പിൾ ആണ്. ഇപ്പോഴും ഞാൻ പറയുന്നു മാർക്കറ്റ് സ്ട്രക്ചർ ആണെന്ന് പഠിപ്പിച്ചത്. മാർക്കറ്റ് സ്ട്രക്ചറിൽ നമ്മൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അപ് ട്രെൻഡിലോട്ടാണെങ്കിൽ എന്ത് ചെയ്യണം, ഓരോ ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ അപ് ട്രെൻഡ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഒന്ന് ക്ലിയർ ആവും. ഡൗൺ ട്രെൻഡിലോട്ടാകുമ്പോൾ മാർക്കറ്റ് ഓരോ ലോയെ മാർക്കറ്റ് ക്ലിയർ ചെയ്ത് പോകുമ്പോൾ ഡൗൺ ട്രെൻഡ് എന്നും പറയാം. അപ് ട്രെൻഡിൽ നിന്നും ഡൗൺ ട്രെൻഡിലേക്ക് മാർക്കറ്റ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, അപ് ട്രെൻഡിൽ നിന്ന് ഡൗൺ ട്രെൻഡിലാണെങ്കിൽ ലോയെ മാർക്കറ്റ് ബ്രേക്ക് ആകുമ്പോൾ അതിന് ചേഞ്ച് ഓഫ് ക്യാരക്ടറിനും, ഡൗൺ ട്രെൻഡിൽ നിന്ന് അപ് ട്രെൻഡ് ആണെങ്കിൽ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ നമുക്ക് അതിന് ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്നും പറയാം. ക്ലിയർ അല്ലേ പറയുന്നത്? വേറെ ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിശ്വസിക്കുന്നു. ഞാൻ തൽക്കാലം ഇന്ന് വൈൻഡപ്പ് ചെയ്യണം, കുറച്ച് നേരത്തെ വൈൻഡപ്പ് ആയി, ക്ഷമിക്കണം. മാക്സിമം ഈ ഒരു ഗ്ലിച്ചും കാര്യങ്ങളെല്ലാം ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്തിരിക്കും. മാക്സിമം നാളെ ക്ലാസ് ഉണ്ടായിരിക്കും, പക്ഷേ ഈ ഒരു ഗ്ലിച്ച് ഇങ്ങനത്തെ ഇഷ്യൂസ് ആണ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഞാൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ സുഹേൽ തൽക്കാലം ഞാൻ വൈൻഡപ്പ് ആവുകയാണെ, ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സംസാരിച്ചേക്കാം. ഓക്കെ, ബൈ. താങ്ക് യു ബ്രോ. ഇനിയിപ്പോ ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ബ്രോ വൈൻഡപ്പ് ചെയ്തോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാല്, ഏതെങ്കിലും ചാർട്ട്, അതായത് നിങ്ങൾക്ക് ഇപ്പൊ യൂറോ ആണെങ്കിൽ യൂറോ USD അല്ലെങ്കിൽ ഗോൾഡിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിലെ നിഫ്റ്റിന്റെ, ബാങ്ക് നിഫ്റ്റിന്റെ, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഷെയറിന്റെ ചാർട്ടോ
ഏത് ചാർട്ട് ആണെങ്കിലും അതാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞത്. ഇതൊരു മാർക്കറ്റ്, അതായത് ഫോറക്സ് മാർക്കറ്റ് അല്ലെങ്കിൽ ക്രിപ്റ്റോ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ മാർക്കറ്റ് അങ്ങനത്തെ ഒരു സെറ്റപ്പിലല്ല. നമ്മൾ ചാർട്ട് റീഡിംഗ് ആണ് പക്കാ ലെവൽ ഇതിൽ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏത് മാർക്കറ്റും അതിൽ എന്താക്കാൻ പറ്റും, മനസ്സിലാക്കി എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്ന മാർക്കറ്റ് ഏതാണോ, അപ്പൊ അതിലത്തെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പെയർ എടുത്തിട്ട് അതിൽ മെയിൻ ആയിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വരച്ചു നോക്കുക. അത് ഇപ്പൊ നിലവിൽ കറന്റ് വർക്ക് ചെയ്യുന്നതിന് പകരം, അതായത് ഇപ്പോൾ മാർക്കറ്റ് ഫോറക്സ് മാർക്കറ്റും ക്രിപ്റ്റോ മാർക്കറ്റും വർക്കിംഗ് ആണ്. അപ്പോൾ ലൈവ് മാർക്കറ്റിന് എന്താ നോക്കുന്ന കുറച്ച് ബാക്കോട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, റിവൈൻഡ് ചെയ്ത് നോക്കുക. അതായത് ബാക്കിലോട്ട് മാർക്കറ്റ് നമുക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ എവിടെയൊക്കെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വരച്ച് നോക്കുക. പിന്നെ അതിനുശേഷം ലൈവ് മാർക്കറ്റിലേക്കും വന്നിട്ട് അതുപോലെ വരച്ച് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്താവും, ഒരു ഐഡിയ കിട്ടും. നിങ്ങൾ വരക്കുന്നത് ഇനിയിപ്പോൾ ലൈവില് അത് ബ്രേക്ക് ആകുന്നുണ്ടോ, ബ്രേക്ക് ആയിട്ട് റീടെസ്റ്റ് വരുന്നുണ്ടോ. അതായത് നമുക്കൊരു ക്യാരക്ടർ ചേഞ്ച് ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ അപ് ട്രെൻഡ് ഡൗൺ ട്രെൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അതെന്താകണം, മുമ്പുണ്ടായിരുന്ന ആ ഒരു ലോയെ ബ്രേക്ക് ചെയ്യണമല്ലോ. അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡ് അപ് ട്രെൻഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് മുമ്പ് ഉണ്ടാക്കിയ ആ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്യാൻഡിൽ, ബുള്ളിഷ് ക്യാൻഡിൽ ഒരു ബോഡി ആയിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ക്യാൻഡിൽ ഒന്നുകിൽ റീടെസ്റ്റ് വരിക അല്ലെങ്കിൽ അടുത്തൊരു ക്യാൻഡിൽ കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമുക്കൊരു ക്യാരക്ടർ ചേഞ്ച് ആയി വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അത് നിങ്ങൾ വരക്കുന്ന കാര്യങ്ങൾ പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അത് റിവേഴ്സ് തന്നെയാണോ വരുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ എന്താ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ടൈം ഫ്രെയിം കൂടി, സോറി ടൈം ഫ്രെയിം എന്നല്ല, നമുക്ക് ഏതൊക്കെ ടൈമിലാണ് കൂടുതൽ മൂവ്മെന്റ് കിട്ടുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാവും. ചില സമയങ്ങളിൽ എന്താണ്, നമുക്ക് ക്യാരക്ടർ ചേഞ്ച് വരും, എന്നിട്ട് അതേപോലെ റിവേഴ്സും വരും. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ വോളി ഉണ്ടാവില്ല. അപ്പോൾ വോളിയുള്ള ഞാൻ നേരത്തെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഉണ്ടായിരുന്നു ഏതൊക്കെ തരം മാർക്കറ്റുകൾ ഉണ്ട്, അതിലേതൊക്കെ ഓവർലാപ്പ് സംഭവിക്കുന്ന സമയത്ത് എന്തൊക്കെ രൂപത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും, വോളിയം കൂടും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കമ്മ്യൂണിറ്റിയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് കൂടുതൽ നോക്കുമ്പോൾ സമയത്ത് എന്തുണ്ടാവും, നിങ്ങൾക്ക് ആ ഒരു വോളിയം കൂടുന്നതും അതുപോലെ തന്നെ ഈ ക്യാരക്ടർ ചേഞ്ച് ചെയ്താൽ ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വരുന്ന സമയത്ത് അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, പേഴ്സണലി ചോദിക്കുക. എന്നിട്ട് എന്താക്കുക, നമുക്ക് അതിന്റെ ഡൗട്ട്സ് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാം. ഇപ്പൊ നിലവിൽ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഒന്നും ഇല്ലല്ലോ, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കാരണം കൂടുതൽ നമുക്ക് ടൈം കൊണ്ടുപോയിട്ട് കാര്യമില്ല. നിലവിൽ ഇപ്പൊ ഈ ഒരു കാര്യമാണ് മെയിൻ ആയിട്ടുള്ളത്. ഇനി അടുത്തത് നമുക്ക് ലിക്വിഡിറ്റി, അതുപോലെ തന്നെ ഓർഡർ ബ്ലോക്ക്, ഇതൊക്കെ അടുത്ത ക്ലാസ്സുകളിലായിട്ട് വരും. അതുകൂടി ആയിക്കഴിഞ്ഞാൽ ഏകദേശം നല്ല ഒരു അത്യാവശ്യം എന്തായി കാര്യങ്ങൾ, ചാർട്ട് റീഡിങ്ങും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് അടുത്ത തിങ്കളാഴ്ച മുതൽ എന്താ ട്രേഡ് എടുത്ത് തുടങ്ങാം. ഇപ്പൊ തന്നെ ആരൊക്കെയോ ട്രേഡ് എടുത്ത് തുടങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറെ ആളുകൾ പേഴ്സണലി ചോദിക്കും, ഈ എൻട്രി ഇങ്ങനെ ഇവിടെ എൻട്രി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവര് ഫണ്ട് ആഡ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ടോ ഇല്ലെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ട്രേഡ് ചെയ്യുമ്പോൾ പക്കാ ലെവൽ പഠിച്ചതിന് ശേഷം ചെയ്യുക. അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ്, ഇത് ഞാൻ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്, എനിക്ക് എന്തായാലും ഒരു ട്രേഡ് ഫോക്കസ് ചെയ്യാൻ, സ്പോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആയിക്കഴിഞ്ഞാൽ മാത്രം ട്രേഡ് എടുക്കാൻ തുടങ്ങുക. അതേതായാലും നമുക്ക് ഈ ഒരു ആഴ്ച കൂടി സെറ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത തിങ്കളാഴ്ച മുതൽ നിങ്ങൾക്ക് ട്രേഡ് എടുത്ത് തുടങ്ങാനുള്ള സെറ്റപ്പിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. എവിടെ ഏതൊക്കെ ലെവലിൽ നമുക്ക് ട്രേഡ് സ്പോട്ട് ചെയ്യാൻ പറ്റും, എവിടെ നിന്നൊക്കെ ട്രേഡ് എടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വരുന്ന ദിവസങ്ങളിലായിട്ട് നമുക്ക് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ തിങ്കളാഴ്ച മുതൽ നിങ്ങൾക്ക് ട്രേഡ് എടുത്ത് തുടങ്ങാൻ പറ്റും. ഓക്കെ, ഇനി ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ ഓക്കെ, അപ്പൊ ക്ലിയർ ആണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോ അടുത്ത ദിവസം കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്. അപ്പൊ ആരൊക്കെ ഇപ്പോഴൊക്കെ ജോയിൻ ചെയ്ത് വരുന്നത്, കുഴപ്പമില്ല. ശരി, എന്നാ എന്തായാലും എല്ലാവരും എക്സിറ്റ് ആയിക്കോളും. ബൈ, ഗുഡ് നൈറ്റ്. ഓക്കെ, താങ്ക് യു.